അങ്ങനെ കാത്തിരുന്ന് ഐക്യജനാധിപത്യ മുന്നണി അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കി. പ്രകടന പത്രിക മാത്രമല്ല, ഒരു കുറ്റപത്രം കൂടി പുറത്തിറക്കിയിട്ടുണ്ട്. ഇടതു സർക്കാരിനെതിരെയുള്ള കുറ്റപത്രം. സംസ്ഥാനത്ത് ഈ സമീപകാലത്തുണ്ടായ നിരവധിയായ പ്രശ്നങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറ്റപത്രം. അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ള മുതൽ വിലവർധന, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, ഗതാഗത മേഖലയിലെ പ്രശ്നങ്ങൾ, ഒപ്പം ദേശീയപാതയിൽ സമീപകാലത്തുണ്ടായ തകർച്ച, അങ്ങനെ തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ പ്രകടന പത്രികയും കുറ്റപത്രവും ഒക്കെ പുറത്തിറക്കുന്ന സമയത്ത് മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണിയുടെയും നേതാക്കന്മാരെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു നേട്ടമെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. CMP മുതൽ RSPയുടെ വരെ നേതാക്കന്മാർ കൊച്ചിയിൽ നടന്ന ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പ്രകടന പത്രിക വായിക്കുമ്പോഴേക്കും ഒരു സംസ്ഥാന തലത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിന് മുന്നോടിയായി പുറത്തിറക്കുന്ന ഒരു പ്രകടന പത്രിക പോലെ തന്നെ വായിക്കേണ്ടി വരും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനു വേണ്ടി 2.0 തുടങ്ങി മാലിന്യ നിർമ്മാർജ്ജനത്തിന് അത്യന്താധുനികമായ തരത്തിൽ വിദേശ നിർമ്മിത പ്ലാന്റുകൾ, നഗരത്തിലെ ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, നഗരത്തിൽ വളരെയധികം നഗരത്തിനെ ഭംഗിയാക്കി മോടി പിടിപ്പിച്ച് അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് ഓരോ കോർപ്പറേഷനുകളെയും മാറ്റുക, അങ്ങനെ തുടങ്ങി വലിയ തരത്തിലുള്ള ചിന്തകൾ ഉൾപ്പെടെയുള്ളത് അടങ്ങുന്ന തരത്തിൽ ഉള്ള ഒരു പ്രകടന പത്രികയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇതെത്ര കണ്ട് ജനങ്ങളിൽ എത്തിക്കുവാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിയും, കോൺഗ്രസ്സിന് കഴിയും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. കൊള്ളാം, പ്രകടന പത്രിക ഇറക്കിയതും കുറ്റപത്രം ഇറക്കിയതുമൊക്കെ കൊള്ളാം. ആദ്യം ഈ മുന്നണിക്കകത്ത് പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിൽ തന്നെയും കോൺഗ്രസ് പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ 5 വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അതും പ്രമുഖരാണ്. ഇവരെല്ലാം തന്നെ പാർട്ടിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിക്കുന്നവരും അവരുടെ വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചവരുമാണ് ഈ 5 പേരും. ഇതുകൂടാതെ തിരുവനന്തപുരത്ത് മാത്രമല്ല, അങ്ങ് തുടങ്ങി വയനാട് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വിമതരുടെ ശല്യം കോൺഗ്രസിനെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. വയനാട്ടിൽ വിമതനായി നിന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് തൽക്കാലം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് കോൺഗ്രസിനൊപ്പം നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അണികൾ എത്ര കണ്ട് ഇത് വിശ്വസിക്കും എന്നുള്ളത് നാം കണ്ടറിയേണ്ടതായിരിക്കുന്നു. പലപ്പോഴും വലിയ വായിൽ ഉറക്കെ പറഞ്ഞിരുന്നു കോൺഗ്രസിനകത്ത് ഐക്യം, UDFനകത്ത് ഐക്യം എന്നൊക്കെ. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടത് വടക്കൻ ജില്ലകളിൽ ഇന്നലെയൊക്കെ കണ്ടതാണ്. മഞ്ചേശ്വരത്ത് വളരെ വ്യക്തമായി നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്. അതായത് മണ്ഡലം കമ്മിറ്റി ഓഫീസ് അടച്ചുപൂട്ടി ഓഫീസിൻ്റെ ബോർഡ് എടുത്തുകൊണ്ട് പോയ നേതാക്കന്മാരെ കണ്ടു. കോൺഗ്രസ് ഏതർത്ഥത്തിലും എന്തർത്ഥത്തിലും എപ്പോഴും മാറി മാറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അണികളുണ്ട്, പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസിന് ഭൂഷണമാണോ? നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം. തിരുവനന്തപുരത്ത് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി നിർണയം നടത്തി മുരളീധരൻ്റെ ചുമതലയായിരുന്നു. അദ്ദേഹം മുന്നറിയിപ്പ് വരെ നൽകിയതാണ്, സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നിയോഗിക്കുന്ന ആരെങ്കിലും മത്സരരംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർ 24 എന്നൊരു ദിവസം കഴിഞ്ഞാൽ പിന്നീട് പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നുള്ളത്. പക്ഷേ അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം. എങ്കിൽ തന്നെയും പ്രകടന പത്രിക പുറത്തിറക്കിയതും പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാക്കുന്നതുമൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ വിമതരെ ഒതുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പോഴും പഴയ പടി തുടരുന്നു. വാക്കുകളിൽ വിമതരെ ഇല്ലാതാക്കും, വിമതരെ ഒഴിവാക്കും എന്ന് പറയുന്നെങ്കിൽ പോലും താഴെ തട്ടിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിനുണ്ടായ വീഴ്ചകളും ക്ഷീണവും ചൂണ്ടിക്കാണിക്കുന്നതാണ് വിമതർ പല സ്ഥലങ്ങളിൽ പല മേഖലകളിലൊക്കെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത്. ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ താഴെത്തട്ടുള്ള നേതാക്കന്മാർക്ക് കഴിയുന്നില്ല എന്നൊരു ചോദ്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് പറഞ്ഞിരുന്നത് എന്തായിരുന്നു? കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ജില്ലാ തലങ്ങളിലുണ്ടാകുന്ന പുനഃസംഘടന ഉണ്ടാകുമെന്നുള്ളത്. ആ പുനഃസംഘടന ഉണ്ടായിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. പല ജില്ലകളിലും ഇത്തരത്തിൽ വിമതന്മാർ ഉയർത്തെഴുന്നതിൻ്റെ പ്രധാന പ്രശ്നം ജില്ലാ നേതൃത്വവുമായി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ഒപ്പം അത് പരിഹരിക്കാൻ കഴിയാത്ത ജില്ലാ നേതൃത്വവുമാണ്. ഇത്തരത്തിൽ പ്രശ്നങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കന്മാർ പരക്കം പായുമ്പോഴാണ് വലിയൊരു പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. നന്നാണ്. വലിയ വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. അതെല്ലാം നടപ്പിൽ വന്നു കഴിഞ്ഞാൽ
വളരെ ക്ഷേമമായിരിക്കും. മാത്രവുമല്ല സംസ്ഥാനത്തെ പഞ്ചായത്തുകളിലും ഒപ്പം കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റിയിലുമൊക്കെ വലിയ തരത്തിലുള്ള വികസനങ്ങൾ നമുക്ക് കാണുവാനും കഴിയും. പക്ഷേ ഒരു കാര്യം, ഇപ്പോഴും ഇവർ പ്രതീക്ഷ അർപ്പിക്കുന്നത് ശബരിമല സ്വർണ്ണപ്പാളി മോഷണക്കേസിലും ഒപ്പം അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അറസ്റ്റുകളിലുമാണ്. ഈ അറസ്റ്റൊക്കെ ഒരു പരിധിവരെ കോൺഗ്രസിനെ സഹായിക്കുമായിരിക്കും. പക്ഷേ അടിത്തറ സുരക്ഷിതമായി സൂക്ഷിച്ചില്ല എങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ളത് അടുത്തത് നിയമസഭാ തിരഞ്ഞെടുപ്പ്. അതുകൂടി മനസ്സിലാക്കുക. LDFിനെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ല കാര്യങ്ങൾ. തിരുവനന്തപുരം മുതൽ അങ്ങ് വയനാട് വരെയുള്ള മേഖലകളിലൊക്കെ തന്നെ വിമതരുടെ ഭീഷണിയുണ്ട്. തിരുവനന്തപുരത്ത് മാത്രം 5 പേരാണ് വിമതരായി മത്സരിക്കുന്നത്. ഇവരെ ഇത്രയും സമയം, അതായത് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിൻ്റെ അവസാന നിമിഷം പോലും പിൻവലിപ്പിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പണ്ടത്തേക്കാൾ വലിയ ശക്തരായ വിമതർ ഇപ്പോഴും പാർട്ടിക്കകത്ത് CPIM-നകത്ത് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അവിടെയും പാർട്ടിക്ക് എവിടെയെങ്കിലും അടിതെറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു പരിശോധന അനിവാര്യമാണ്.